ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. സയാംസർ വെൽനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വി. നമുക്കിന്ന് ബനാന അഥവാ നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം. ഇന്ന് മുതൽ ഞാൻ കുട്ടികൾക്കായിട്ട് ഒരു നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങളുടെ ഒരു സീരീസാണ് ഉണ്ടാക്കുന്നത്. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയ എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാന്യങ്ങളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടെ ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു സീരീസാണ് തുടങ്ങുന്നത്, ന്യൂട്രീഷൻ സീരീസ്. പൊട്ടാഷ്യം റിച്ച് ആണ് ബനാന. അത് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും നമ്മളെ BP കൺട്രോൾ ചെയ്യുവാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മെഗ്നീഷ്യം റിച്ച് ആണ് ബനാന. മെഗ്നീഷ്യം നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. പിന്നെ ബനാനയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B6 നമ്മളെ ബ്രെയിനിൻ്റെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാനും നമ്മൾക്ക് ചിന്താശക്തിയെ വളരെയധികം മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഞരമ്പുകളുടെ പ്രവർത്തനം, നാഡികളുടെ പ്രവർത്തനം ഇവയൊക്കെ മെച്ചപ്പെടുത്തുവാൻ ബനാനയ്ക്ക് കഴിയും. അതായത് രക്തക്കുഴലുകളുടെയും അതുപോലെ തന്നെ നാഡികളുടെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്ത് ഒരുപോലെ മെച്ചപ്പെടുത്തുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന. പിന്നെ വൈറ്റമിൻ B6 പ്രത്യേകിച്ചും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. B6 ഇതിൽ മാത്രമല്ല ഉള്ളത്, ഫിസ്റ്റയിലും B6 വളരെ, പിസ്റ്റാക്യോ അതിലും B6 നന്നായിട്ടുണ്ട്. പിന്നെ ഫൈബർ ഉണ്ട്. ഇനിയിപ്പം ഡയബറ്റീസ് ഒരുപാട് കൂടുതൽ ഷുഗർ ലെവൽ ഇല്ലാത്തവർക്ക് ചെറിയൊരു കഷ്ണം ബനാന യൂസ് ചെയ്യാവുന്നതാണ്. മറ്റ് അരിയാഹാരങ്ങൾ, ഷുഗറുള്ള ആഹാരങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എനർജി ഗിവിങ് ആണ് ബനാന. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഒരു ഫ്രൂട്ട് എടുക്കുമ്പോൾ മറ്റു ഇൻഗ്രീഡിയൻസിലെ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഒരുപാട്, ഇപ്പോൾ സാലഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേരള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കണമെങ്കിലും അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കണം. അപ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണെങ്കിൽ ബനാന എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം വെയിറ്റ് ലോസിനെ അത് ബാധിക്കും. ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞാലും ഗ്ലൈസമിക് ഇൻഡെക്സ് മീഡിയം ടു ഹൈ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബാക്കി ഭക്ഷണം എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബനാന തീർച്ചയായിട്ടും നല്ലൊരു ആഹാര പദാർത്ഥമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ബനാന പലതരത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് സാൻഡ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പുഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, കുക്കിംഗ് മെത്തേഡ്സ് ഉണ്ട് ബനാനയ്ക്ക്. റോ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ബനാന യൂസ് ചെയ്യാവുന്നതാണ്. Keep on watching Science or Wellness.